ഹായ് ഓൾ, വെൽക്കം ടു ഗ്യാൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ട നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അത്യാവശ്യം ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മളുടെ ഫസ്റ്റ് വോളിയം ടെക്സ്റ്റ് ബുക്കിലുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എന്താണ് അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു 100 ആൻസർ വരും. എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിലുള്ള കണ്ടൻറ്റ് അത് നമ്മൾ അറിയേണ്ടതാണ്. നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന അറ്റ്മോസ്ഫിയർ ആയത്, അതിൻ്റെ വിവിധ ലെയേഴ്സ് എന്തൊക്കെയാണ്, സോ ഓരോ ലെയറിനെയും സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന മാർക്കുകൾ കൂടി നഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കൊണ്ടാണ് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അറ്റ്മോസ്ഫിയറിലുള്ള പ്രധാനമായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗ്യാസുകളുണ്ട്, അതേപോലെ തന്നെ വാട്ടർ വേപ്പർ ഉണ്ട്, അതേപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ. നമ്മൾ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഇമേജസോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് പറന്ന് നടക്കുന്നതായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് മാത്രമല്ല, പല ടൈപ്പ് ഓഫ് ഗ്യാസസ് ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ വേപ്പറും നമ്മുടെ അറ്റ്മോസ്ഫിയറുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഓൾറെഡി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഗ്യാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം ഒരേപോലെയാണ് അറ്റ്മോസ്ഫിയറിൽ കൊടുത്തിട്ടുണ്ടാകുക. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരിക്കലും അങ്ങനെയല്ല, ഈക്വലായിട്ടല്ല എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഗ്യാസിനെയും ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രപ്പോർഷൻ ഓഫ് ഗ്യാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഹയർ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൻ്റെ ഹയർ ലെവലുകളിലേക്ക് വരും തോറും ഏറ്റവും മുകളിലത്തെ ലെയേഴ്സിലേക്ക് എത്തും തോറും ഈ ഗ്യാസുകളുടെയൊക്കെ പ്രപ്പോർഷനിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഓക്സിജൻ ഏതാണ്ട് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഒരു 120 കിലോമീറ്ററിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക്, നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു 120 കിലോമീറ്റേഴ്സൊക്കെ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഓക്സിജനൊക്കെ വളരെ നെഗ്ലിജിബിൾ ആണ്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ഏതാണ്ട് എർത്തിൻ്റെ സർഫസിൻ്റെ ഒരു 90 കിലോമീറ്റർ മുകൾ വരെയൊക്കെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ഒന്നും നമുക്ക് അവൈലബിൾ ആകില്ല അല്ലേ. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ 120 കിലോമീറ്ററിൽ 1000 കിലോമീറ്റർ പോയാലും നമുക്ക് ഓക്സിജൻ കിട്ടും. എന്നാൽ നേരെ വെർട്ടിക്കലി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു 120 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് തന്നെ ഓക്സിജൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, ഓക്സിജനിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല അല്ലേ. ഈ പല സ്പേസ് റിലേറ്റഡ് ഫിലിംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന ഓക്സിജൻ എവിടെ വരെ അവൈലബിൾ ആണ്, അങ്ങനെ സ്പേസിൽ പോകുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. സോ ഇതൊക്കെയാണ് നമുക്ക് അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ട് അറിയാനുള്ളത്. സോ അതിനകത്ത് ഗ്യാസ് ഉണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്. അതൊരു പരിധി വരെ കിട്ടത്തുള്ളൂ, ഈക്വലി പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടില്ല, ഈക്വലി ഈ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തതായിട്ട് അറിയേണ്ടത് ഏതൊക്കെ തരം ഗ്യാസുകളാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ളത് നമ്മൾ അടുത്തതായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗ്യാസുകളെ പറ്റി പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. ഇത് ഇൻകമിങ് സോളാർ റേഡിയേഷൻ, അതായത് സൂര്യപ്രകാശം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഇൻകമിങ് സോളാർ റേഡിയേഷനോട്. എന്നാൽ ഒപ്പേക്കായിരിക്കും ഔട്ട് ഗോയിങ് ടെറസ്ട്രിയൽ റേഡിയേഷനോട്. അതായത് സൂര്യപ്രകാശം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പറയുന്ന സൂര്യപ്രകാശത്തിനെ കടത്തിവിടാൻ കാർബൺ ഡൈ ഓക്സൈഡ് റെഡിയാകും. പക്ഷേ ഭൂമിയിൽ വന്ന് ഈ സൂര്യപ്രകാശം തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യില്ല, ഇതിനെ തിരിച്ചപ്പുറത്തോട്ടേക്ക് കടത്തിവിടത്തില്ല, അങ്ങനെ തടഞ്ഞു നിർത്തുന്നു. ഒപ്പേക്കാണ് ഔട്ട് ഗോയിങ് ടെറസ്ട്രിയൽ റേഡിയേഷനോട്. ഓക്കെ, സോ ഇനിയിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസുകൾ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ചെയ്യുന്ന പ്രധാന ജോലി ടെറസ്ട്രിയൽ റേഡിയേഷൻ്റെ വലിയൊരു ശതമാനം പോർഷനെ അബ്സോർബ് ചെയ്തെടുക്കുന്നു, ആഗീകരണം ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഭാഗം ഈ പറയുന്ന എർത്തിൻ്റെ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫിനോമിനൻ ഉള്ളത് കൊണ്ടാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ഇവിടെ നടക്കുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്ന സംവിധാനം ഉള്ളതുകൊണ്ടാണ്, ആ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ബാക്കിയുള്ള പ്ലാനറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു ഗ്യാസിൻ്റെ കവറിങ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇൻകമിങ് സോളാർ റേഡിയേഷനെ തടഞ്ഞു നിർത്തി സൂര്യൻ്റെ പ്രകാശമൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാത്രിയിൽ നമുക്ക് സൂര്യൻ്റെ വെളിച്ചം അവൈലബിൾ അല്ലെങ്കിൽ പോലും നമ്മളുടെ ടെമ്പറേച്ചർ ഒന്നും മൈനസിലേക്ക് പോകുന്നില്ല. നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് ടെമ്പറേച്ചർ നമുക്ക് നിലനിർത്താനുണ്ടെന്ന കാരണം എന്ന് പറയുന്നത് ഇത്തരം ഗ്യാസ് മോളിക്യൂളുകളാണ്. സോ അത് ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം എന്താണ്, ഈ കാർബണിൻ്റെ എമിഷൻ കൂടി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് ക്രമാതീതമായി വർദ്ധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറയുന്ന ഭൂമിയുടെ താപനില കൂടുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല റൗണ്ടിൽ പല ക്ലാസ്സുകളിലായിട്ടൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് കേൾക്കുമ്പോൾ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയുന്ന മറ്റൊരാളാണ് ഓസോൺ എന്ന് പറയുന്നത്, അല്ലേ? ഓസോൺ മോളിക്യൂൾ, O3 മോളിക്യൂൾ എന്നാണ് നമ്മൾ ഓസോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഓസോൺ എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കമ്പണൻ്റ് ആണ് അറ്റ്മോസ്ഫിയറിൻ്റെത്. ഇത് കാണുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10 to 50 കിലോമീറ്റർ എബവ് എർത്ത് സർഫസ്, എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു 10 മുതൽ 50 കിലോമീറ്റർ ഒരു ദൂരത്തിലാണ് നമുക്ക് ഈ പറയുന്ന ഓസോണിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഓസോണിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്, ഓസോണിൻ്റെ ഉപയോഗം എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ ഫിൽറ്റർ. ഇതൊരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സണ്ണിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് റേസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. സൂര്യനിൽ നിന്നും റേഡിയേറ്റ് ചെയ്യുന്ന UV കിരണങ്ങളെ അബ്സോർബ് ചെയ്ത് നമ്മളുടെ ഭൂമിയിലേക്ക് വരാതെ സംരക്ഷിക്കുന്ന ജോലി ചെയ്യുന്ന ആളാരാണ്? ഓസോൺ ആണ്. സോ ഓസോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓസോൺ എന്താണ്, ഓസോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പൊട്ടൻഷ്യലി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. സോ ഗ്യാസുകളിൽ കാർബൺ ഡൈ ഓക്സൈഡും ഓസോണും മറക്കാതിരിക്കുക. ഓസോണിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും മനസ്സിലാക്കുക. UV റേസിനെ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് അറിയേണ്ടതാണ് ഓസോണിൻ്റെ ഓസോണാണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പണൻ്റ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ സർഫസിൽ കാണുന്നുണ്ട്. ഈ പറയുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് മറ്റൊരാളാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് ഈ വാട്ടർ വേപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു ഗ്യാസാണ്. ഇത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ചിട്ട്, നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് അറിയാലോ, ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് ഇങ്ങനെ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വാട്ടർ വേപ്പറിൻ്റെ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിക്രീസസ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾ. ഇക്വേറ്ററിൽ നിന്നും പോൾസിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ടിൽ ഒരു ഡിക്രീസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി വാട്ടർ വേപ്പർ ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ദ സ്റ്റെബിലിറ്റി ആൻഡ് ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ എയർ. എയറിലെ സ്റ്റെബിലിറ്റിക്കും ഇൻസ്റ്റെബിലിറ്റിക്കും ഈ പറയുന്ന വാട്ടർ വേപ്പർ അതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. സോ എയറിൽ ഇൻസ്റ്റെബിലിറ്റീസ് നമുക്ക് സാധാരണമായി സംഭവിക്കുന്നതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന വാട്ടർ വേപ്പറിൻ്റെ അവൈലബിലിറ്റി ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ വേപ്പറിനെ പറ്റി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അറിയേണ്ട മറ്റൊരു കാര്യങ്ങളാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയർ കമ്പോസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാട്ടർ വേപ്പറിനൊപ്പം പറഞ്ഞ ആളാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, പൊടി പടലങ്ങൾ. സോ അറ്റ്മോസ്ഫിയറിന് ഒരു വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, വളരെ സ്മാൾ ആയിട്ടുള്ള വളരെ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയൊക്കെ കീപ്പ് ചെയ്യാനായിട്ട്. സോ ഈ ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത്? പല സോഴ്സുകളിൽ നിന്ന് ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒറിജിൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ സീ സോൾട്ടുകളാകാം, ഫൈൻ ആയിട്ടുള്ള സോയിലുകളാകാം, സ്മോക്ക് സൂട്ടുകളാകാം. നമ്മൾ ഈ സ്മോക്സ് ഒക്കെ നമ്മുടെ ഫാക്ടറീസിൽ നിന്നും മറ്റും പുറത്തോട്ടേക്ക് പോകുന്നതാകാം, അല്ലെങ്കിൽ ആഷ് ആകാം, ചാരമാകാം, പൊള്ളനാകാം, ഡസ്റ്റ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഇനി മീറ്റിയോർസ് പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുണ്ടാകുന്ന ഡസ്റ്റ് വരെ ആകാം. സോ ഇത്തരത്തിലുള്ള ധാരാളം ഡസ്റ്റ് പാർട്ടിക്കിൾസ് എവിടെയുണ്ട്, അറ്റ്മോസ്ഫിയറിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഇത്തരത്തിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളിനെയൊക്കെ കീപ്പ് ചെയ്യാൻ. അപ്പം നമ്മൾ പല സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴും പല അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ പറ്റി പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ ലെയറിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ജനറലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കൺവെക്ഷണൽ എയർ കറണ്ട്, ഏത് കറണ്ടാണ്? കൺവെക്ഷൻ മൂലമുണ്ടാകുന്ന കൺവെക്ഷണൽ എയർ കറണ്ടുകളാണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കൂടുതൽ ഹൈറ്റുകളിലേക്ക് എത്തിക്കുന്നത്. സോ കണ്ടക്ഷൻ എന്താണ്, കൺവെക്ഷൻ എന്താണ്, അഡ്വെക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. നമ്മുടെ സോളാർ റേഡിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ കൺവെക്ഷണൽ എയർ കറണ്ടുകളാണ് ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഹൈറ്റുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്ന് അറിയാനായിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി ഇന്ന് പറയണം. ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ നമുക്ക് കാണുന്ന സ്ഥലങ്ങൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സബ് ട്രോപ്പിക്കൽ ഏരിയയിലും അതേപോലെ തന്നെ
ടെമ്പറേറ്റ് റീജിയണിലുമാണ് ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടിയ എമൗണ്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും സബ് ട്രോപ്പിക്കൽ ഏരിയയിലും ടെമ്പറേറ്റ് റീജിയണിലും നമുക്കിത് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്? ഈ സബ് ട്രോപ്പിക്കൽ എന്താ, ടെമ്പറേറ്റ് ഏതാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എവിടെയാണ് ട്രോപ്പിക്കൽ ഏരിയ, നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ എവിടെയാണെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞിരുന്നു. സോ ട്രോപ്പിക്കൽ ഏരിയയ്ക്ക് മുമ്പുള്ള സബ് ട്രോപ്പിക്കൽ ഏരിയയിലും അതിന് മുകളിലുള്ള ടെമ്പറേറ്റ് ഏരിയയിലുമാണ് ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതൽ. അതിൻ്റെ കാരണം എന്താണ്? ഡ്രൈ വിൻഡ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, വരണ്ട കാറ്റ്. സോ ഈ ഡ്രൈ വിൻഡുകൾ ഈ പറയുന്ന കുറച്ച് കൂടുതലാണ് നമ്മുടെ ഇക്വേറ്ററിനെ അല്ലെങ്കിൽ പോൾസിനെയൊക്കെ വെച്ച് നോക്കുമ്പം. ഇതൊരു നമ്മുടെ എർത്തിൻ്റെ ഹാഫാണെന്ന് വിചാരിക്കുക. സോ ഈ പോൾസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഇക്വേറ്റർ പോർഷൻ ആയാലും ഇവിടെ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ പറയുന്ന ടെമ്പറേറ്റ് റീജിയണിലും അതേപോലെ തന്നെ ഈ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലുമൊക്കെ എന്തുണ്ട്, കൂടുതലായിട്ടും ഡ്രൈ വിൻഡ്സ് ഉണ്ട്. സോ അതാണ് ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ട് കൂടാനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. സോ ഇനി ഇവരുടെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ഡസ്റ്റും അതേപോലെ തന്നെ സോൾട്ടിൻ്റെ പാർട്ടിക്കിൾസും ഒക്കെ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ ആയിട്ട് ആക്ട് ചെയ്യും. എന്താണ് ആ ടേം? ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ. നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് ഒക്കെ പോകുന്നു, അല്ലെങ്കിൽ പ്രോട്ടോൺസ് ഉണ്ട്, അതിനെല്ലാം കൂടി വലിച്ചു പിടിച്ച് വെക്കുന്നു, അതൊരു മാറ്റമായിട്ട് മാറുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതിപ്പോൾ ന്യൂക്ലിയൈ, ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ. അപ്പോൾ ഈ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയുമോ? നമ്മുടെ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് ക്ലൗഡ്സ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നതാണ് ഈ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. സോ ഈ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ ആണ് ഈ പറയുന്ന കമ്പോണൻസിനെ എല്ലാം കൂടി പിടിച്ചു വെക്കുന്നത്. സോ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈയെ പറ്റിയിട്ടുള്ള കാര്യം മറക്കരുത്. ഓക്കെ, ഇനി ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ? എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.